ഹലോ ഹലോ വിജയ് സാർ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ. ഉണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു വിജയ് ഫാനാണ്. വൻ വിജയ് ഫാനാണ്. എൻ്റെ ഭാഷയെ പറയണമെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഉണ്ണിക്കണ്ണൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു വിജയ് ഭ്രാന്തൻ എന്ന് പറയും. വിജയുടെ ആരാധന മൂത്ത് ഭ്രാന്തായ ഒരാളായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് വരും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഉണ്ണിക്കണ്ണനെ അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുള്ളി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ ക്ലിപ്പ് കണ്ടിട്ട്, പക്ഷേ ഞാൻ ആരെന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല. ആരോ വിജയ് ഫാൻ എന്തോ വിളിച്ച് പറയുന്നു എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഈ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരായത് സംഭവം. അവരാ പറഞ്ഞത് ഇങ്ങനെയാണ്, ഭയങ്കര വൈറലല്ലേ മറ്റേതാണ് മറിച്ചാണ്. അപ്പോൾ ഞാൻ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഇങ്ങനെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ 1-ാം തീയതി തൊട്ട് ഈ പാലക്കാടാണ് പുള്ളിയുടെ വീട്. പാലക്കാട് നിന്ന് ചെന്നൈ വരെ ഏതാണ്ട് 600-700 കിലോമീറ്റർ ഉണ്ട്. കാൽനടയായിട്ട് പോയിട്ട് വിജയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. കണ്ടല്ലോ, വിജയുടെ പ്ലക്കാർഡൊക്കെ തൂക്കി, കഴുത്തിലും തൂക്കി, കയ്യിലും വെച്ചു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്യുന്നത്, വിജയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു ന്യൂസ് ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഉണ്ണിക്കണ്ണൻ ഇനി വിജയെ കാണാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ആ ഒരു ന്യൂസ് നമ്മുടെ പിന്നീട് ഏതാണ് 24 കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് നമുക്ക് കണ്ടിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഈ പുതുവത്സര ദിനത്തിൽ ഒരു വ്യത്യസ്തമാർന്ന ചാലഞ്ച് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ആഗ്രഹ സഫലീകരണം നടക്കുമെന്ന പ്രതീക്ഷയിൽ പാലക്കാട്ടുകാരുടെ ഉണ്ണിക്കണ്ണൻ വിജയെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനാ കഥാപാത്രമായിട്ടുള്ള വിജയെ കാണുന്നതിന് വേണ്ടി ഏതാണ്ട് 700 കിലോമീറ്ററോളം നടന്നുകൊണ്ട് ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയത്. എപ്പോഴാണ് ഇറങ്ങിയത് ഉണ്ണിക്കണ്ണ? രാവിലെ 4 മണിക്ക് ഞാൻ കോഴിക്കോട്ടിലൊരു വർക്ക് കഴിഞ്ഞ് വന്നത്. 5:30 നടക്കാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇറങ്ങി, ഉറങ്ങിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. കാശോ പണോ വൈറലാകാൻ വേണ്ടിയിട്ടില്ല, സ്ക്രീനിൻ്റെ പുറകെ നിൽക്കാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. ആരും സഹായിക്കാനില്ല, പൈസ ഉള്ളവർക്ക് നടക്കില്ല, പിന്നെ എന്നെ പോലുള്ള സാധാരണക്കാരനെ എങ്ങനെ നടക്കാനായിട്ട്. കണ്ടല്ലോ, രാവിലെ കുടിച്ചൊരുങ്ങി 4 മണി തൊട്ട് 4 മണിക്ക് ഇറങ്ങിയതാണ്. പാലക്കാടിൽ നിന്ന് വിജയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ണിക്കണ്ണനെ വിജയെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ കരയുന്നുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ വേറെ എന്ത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കരയുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പിന്നെ സംസാരിക്കാം കേട്ടോ. അടുത്തത് വീണ്ടും ഒന്നുകൂടെ കേൾക്കാം. അതാണ് ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം. അദ്ദേഹം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം വിജയുടെ അവസാന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അടുത്തുവരെങ്കിലും എത്താൻ പറ്റിയിരുന്നു അദ്ദേഹത്തിന്റെ? ഇല്ല. അപ്പോഴേക്കൊക്കെ അവര് സമ്മതിക്കണില്ല, കൂടെയുള്ളവർ. ഇതൊന്നും വിജയ് സാർ അറിയണില്ല. അറിഞ്ഞിട്ടുണ്ട്, എന്തായാലും വിളിക്കും. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തിലൂടെ ഇപ്പൊ ഈ 700 കിലോമീറ്റർ നടന്ന് ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയോ? ഒന്നും അറിയില്ല. ഷൂട്ടിംഗ് നടക്കുന്നത് 2-ാമത്തെ മാസം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് ഉണ്ണിക്കണ്ണന് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിക്കണം, അല്ലെ? അതാണ് ആഗ്രഹം. കാശുള്ളവർക്ക് നടക്കണില്ല, എന്നെ പോലെ സാധാരണക്കാരനെ ആരും സഹായിക്കും. ഇതിനു വേണ്ടി കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ജനുവിനായിട്ട്. ഉണ്ണിക്കണ്ണന്റെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട്, അദ്ദേഹം ഇപ്പോൾ നല്ല ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇത്തവണ കാണാൻ പറ്റട്ടെ, അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റട്ടെ. എത്ര ദിവസം കൊണ്ട് എത്താൻ പറ്റും എന്നുള്ള പ്ലാൻ ഒന്നും? അതൊന്നുമില്ല. വിജയണ്ണൻ എന്ന് നിർത്താൻ പറയണോ അന്ന് വരെ ഞാൻ ഇത് കാണാൻ പറയണവരെ ഞാൻ നടക്കും. അതിൽ ഒരു മാറ്റമില്ല. പിന്നെ എനിക്കൊരു 5-6 പടം വന്നിട്ടുണ്ട്. ആ പടം ഇടയ്ക്കൊന്നും ബ്രേക്ക്. എനിക്ക് എൻ്റെ വീട് നോക്കണം, എനിക്ക് ചെലവിനുള്ള പൈസ വേണം, വഴിയിലൊന്നും കിടക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഉണ്ണിക്കണ്ണൻ ഒരുപാട് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന് പണം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ജോലിയും ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ണിക്കണ്ണൻ നടത്തുന്നുണ്ട്. അതായത് എല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, ഉണ്ണിക്കണ്ണൻ പറഞ്ഞ കേട്ടോ. പിന്നീട് എനിക്ക് എങ്ങനെ കാണുമെന്നൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ നടക്കേണ്ടി എത്ര ദിവസം കൊണ്ട് എത്തുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ വിജയ് എന്നെ വിളിച്ച് പറയണ വരെ ഞാൻ നടക്കുമെന്നുള്ളതാണ്. ആൾക്കാർ പിന്നെ എന്നെ എന്ത് ചെയ്തു, കളിയാക്കുന്നു. ബോധമുള്ളവർ കളിയാക്കുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും
എനിക്കിത് പ്രോത്സാഹിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ബോധമുള്ളവരെ കളിയാക്കി ഇതിപ്പോൾ പ്രോത്സാഹിപ്പിച്ചെന്നാൽ ഈ പറയുന്ന യുവ തലമുറയൊക്കെ വഴിതെറ്റിപ്പോവും. ഈ ഭ്രാന്ത് കാണിക്കാനുള്ളത് ഇങ്ങനെയൊന്നും അല്ല എന്നാൽ എനിക്കിതിൽ പറയണം. എനിക്കിത് ചിലപ്പോൾ ചിലർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതൊക്കെ വെറും ഭ്രാന്താണെന്നാണ് എനിക്ക് പറയുന്നത്. ഇങ്ങനെയുള്ളൊന്നും ആരാധനയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി 2 ദിവസം മുമ്പ് അല്ല ഒരു 3-4 മാസം മുമ്പ് ഈ പുള്ളി വേറൊരു പിന്നെ ഇൻ്റർവ്യൂ കൂടി കൊടുത്തിട്ടുണ്ട്. അല്ല വേറൊരു ഇൻ്റർവ്യൂ അതും കൂടി നമുക്ക് നോക്കാം. അതിൽ ഒരു കാര്യം പറയാം, നമുക്ക് നോക്കാം. ഒരുപാട് മലയാളികളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് സോഷ്യൽ മീഡിയ ഒക്കെ പിന്തുടരുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്, പാലക്കാട് മംഗൾ ഡാം ഉണ്ണിക്കണ്ണൻ. ചേട്ടാ എപ്പോഴാണ് എത്തിയത്? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി. തനിച്ചാണ് വന്നത്? തനിച്ചാണ്. നേരെ ഭക്ഷണം കഴിച്ച് കുളിച്ചിട്ടും കൂടെ ഇല്ല. ഇപ്പൊ വെളിയിൽ നിന്നിട്ട് ഒരാള് പറയണ ഞാൻ ഈ മുടിയും താടി അമ്പലത്തിക്ക് വേണ്ടി വെച്ചിട്ട് വൈറലാകാൻ വേണ്ടി ചെയ്യണത്. ഉണ്ണിക്കണ്ണൻ വൈറലാകാനല്ല, മലയാളത്തിൽ വലിയ വലിയ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി മുന്നേ തിരുവനന്തപുരത്ത് വന്ന് അന്ന് ഒരു മിന്നായം പോലെ കണ്ടു. ഇലക്ഷന് വന്നു, ജൂലൈ 3 വന്ന് 2 ദിവസം മുന്നേ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കാശുള്ളവനെ പറ്റുന്നില്ല, പിന്നെ എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെ പറ്റാനാ സാറ്? ഇത് പുള്ളി പറയട്ടെ, കാശിനെ പറ്റുന്നില്ല, പിന്നെ നിന്നെ പോലെ ആൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? താങ്കൾക്ക് തന്നെ അറിയാം അല്ലേ എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ളത്. ആൾക്കാർ ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ മുടി പോയിട്ടില്ല, എന്നെ എല്ലാവരും കുളിക്കാത്തതും മുടി വെട്ടാത്തതും ഒന്നും ഈ പറഞ്ഞ നാട്ടുകാരുടെ പ്രശ്നമല്ല ഉണ്ണിക്കണ്ണ. ഇത് താങ്കളുടെ പ്രശ്നമാണ്. താങ്കൾ മുടി വെട്ടാനുള്ള ഞാൻ ഏതോ ഒരു ഇതിൽ സംഭവം കണ്ടു. ഈ വിജയെ കണ്ടതിന് ശേഷമേ ഞാൻ ഈ താടിയും മുടിയും വെട്ടത്തുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുള്ളിക്ക് വിജയുമായിട്ടുള്ള പിന്നീട് ഈ ഒരു ആരാധന തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചെറുപ്പം മുതലേ ഉണ്ടെന്നാണ് ഈ പുള്ളി പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഏത് ഇൻ്റർവ്യൂസ് നോക്കിയാലും ഈ പുള്ളി വളരെ നോർമലായിട്ട് നിൽക്കും. ഈ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ പുള്ളി ഉടനെ കരയുക. അതാണ് എനിക്കൊരു വണ്ടടിച്ചതാണ്. ഏത് നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയിട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന 2 ക്ലിപ്പ് നോക്കി, അതുവരെ പുള്ളി വളരെ നോർമലാണ്. പുള്ളിയുടെ സംസാരിക്കാൻ പുള്ളി ഉടനെ കരയണം. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും പോയിട്ട് കാണിക്കണം, ഈ പറഞ്ഞതുപോലെ എല്ലാവരും കളിയാക്കുന്നു, എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിയില്ല, വിജയ് സാർ എൻ്റെ ദൈവമാണ്, തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെയാണ് ഈ പുള്ളി ഇതിനകത്ത് പറയുന്നത്. ഇനി ആക്ടർ വിജയ് അണ്ണൻ വിളിച്ചെന്നും പറഞ്ഞിട്ട് മറ്റൊരു ചാനലിൽ ഒരാൾ വിജയ് അണ്ണൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിയെ പറ്റിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് വിജയിലെ വോയിസ് ഇട്ടുകൊണ്ട്. ഇനി അതും കൂടി കേൾക്കാം. അപ്പോൾ ഈ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷനും ഈ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് നോക്കിയോണേ. ஹலோ ஹலோ விஜய் சார். எப்படி இருக்கீங்க சார்? நல்லா இருக்கு சார். நான் உங்களோட வீடியோ பார்த்திருக்கேன்ப்பா. ஜெயந்தி சித்ரா 2 நாளைக்கு முன்னாடி காமிச்சிட்டாங்க சார். எனக்கு உங்களுக்கு பார்க்கறதா இருக்கேன். கண்டிப்பா பண்ணலாம் நண்பா. நம்ம ஏதாவது ஒரு சந்தர்ப்பத்தில் இல்ல எனக்கு எப்படி കണ്ടോ? ഇതും സംഭവം എന്താണ്? ഇത് ഈ പുള്ളിയെ പറ്റിച്ചതാണ്. ഇതിനെ ആ ചാനലിൽ കൊണ്ടിരുത്തിക്കൊണ്ട് ഒരുത്തൻ ഡബ് ചെയ്തുകൊണ്ട് ഈ പുള്ളിയെ വിജയ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു, പറ്റിക്കുന്നു. പുള്ളിയുണ്ട് ദൈവത്തെ പോലെ എനിക്ക് എപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിജയ് കണ്ടാൽ മാത്രം പോലെ വിജയുടെ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒന്ന് അഭിനയിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഡബ് ചെയ്ത ചെറുക്കൻ വരുന്നു. ആ ചെറുക്കനെ സംസാരിക്കാനായിട്ട് പുള്ളി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. സത്യം പറയാം, ഞാൻ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇതൊക്കെ ഒരുതരം ഭ്രാന്താണ്. അത്രയ്ക്ക് ആരാധനയും ഈ പറയുന്ന സ്നേഹമൊക്കെ കാണിക്കാനുള്ളത് ഈ പറഞ്ഞ സിനിമാ നടന്മാരുടെ അടുത്തൊന്നും അല്ല. സ്വന്തം അച്ഛനും അമ്മയും താങ്കളെയൊക്കെ വളർത്തി ഇതുവരെ ആക്കിയില്ലേ, അവരെയൊക്കെ കൊണ്ട് സ്നേഹിക്കുക, അവരോട് ഈ സ്നേഹം കാണിക്കുക. മനസ്സിലായി? അവരോട് ഈ സ്നേഹം കാണിച്ചിട്ട് അവരെ പിന്നീട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പോറ്റാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഇതൊക്കെ ഭ്രാന്താണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഒരു തരം ഭ്രാന്ത് തന്നെയാണ് എന്ന് തന്നെയാണ്. ഇതിനെയും കാട്ടി ഭ്രാന്തന്മാർ ഈ പറഞ്ഞ തമിഴ്നാട്ടിലുണ്ട്. ഇതിനെയും കാട്ടി അപ്പുറമായിട്ട് ഈ കോവിൽ വരെ കെട്ടി അവിടെ ഈ പറയുന്ന ആക്ടേഴ്സിനെ എല്ലാം ദൈവമായിട്ട് കാണുന്ന കുറേ ഭ്രാന്തന്മാർ തമിഴ്നാട്ടിലുണ്ട്. അതേപോലത്തെ ഒരു ഭ്രാന്തനാണ് ഇവനെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോറി, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഇതൊരു തരം ഭ്രാന്തൻ. ഇത് നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മാറി സ്വന്തം തൊഴിലാളികൾ എന്തെങ്കിലും കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് കൂട്ടർ. അതാണ് നല്ലത്. അല്ലാതെ ഇത് ചുമ്മാ ഞാനിത് പാലക്കാട് നിന്ന് നടക്കാൻ പോവുകയാണെന്ന് എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ഏറ്റവും പണക്കാർക്ക് വരും നടക്കും, എനിക്കിങ്ങനെ നടക്കും. ഈ വിജയ്ക്ക് ഇത് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. ഇനി നല്ല ഇപ്പം എല്ലാ മെയിൻ സ്ട്രീം മീഡിയയൊക്കെ ഇതിനൊക്കെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വാർത്തയായിട്ട് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ പുള്ളിയെ കാണാനുള്ള ഒരവസരം കിട്ടിയായിരിക്കും. കാരണം അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വിജയ് പിന്നീട് മോശമായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. വിജയ് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാനത് കാൽനടയായിട്ട് പിന്നെ ചെന്നൈയിൽ പോയി വിജയെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് വിജയ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വിജയ്ക്ക് പിന്നെ ഇതിനെ സമയം കിട്ടത്തുള്ളൂ. വിജയല്ല ഏത് സൂപ്പർ സ്റ്റാറിനായാലും ഇങ്ങനെ സമയം കിട്ടും. ഓരോ ഭ്രാന്തന്മാർ ഇതുപോലെ ഇറങ്ങിക്കോളും. മനസ്സിലായി? ചിലർ പറയും ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തു പോയെന്ന്, ചിലർ പറഞ്ഞ് തുണിയില്ലാതെ പോകുന്നു. അങ്ങനെ ഓരോരോ പ്രാന്തുകളാണ്. ഇത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇത് ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ വരുന്നു, മറ്റേതാവുന്നു മറിച്ചതാവുന്ന ആൾക്കാർ എന്നെ കാണുന്നു, തിരിച്ചറിയുന്നു. ഈ പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഈ നമ്മുടെ ആറാട്ടനും അങ്ങനെ കുറച്ചുപേരുണ്ടല്ലോ,
അങ്ങനെ പോലുള്ള ചെറിയ പ്രശ്നമുള്ളവരാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ സ്നേഹവും ഒക്കെ കാണിക്കാനുള്ളത് ഈ പറഞ്ഞ സ്വന്തം രക്ഷകർത്താക്കളൊക്കെയോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭാര്യ മക്കളെ കണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ കാണിയല്ല. വല്ല പിന്നെ അഭിനയിക്കുന്ന അവനൊക്കെ നിങ്ങളെ പോലൊരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെക്കാളും ചിലപ്പോൾ പിന്നെ എന്താണ് മോശമായിട്ടുള്ള സംഭവങ്ങൾ അവരിൽ കാണും. ഈ പടത്തിലൂടെ കണ്ട ഒരു അറിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. പടത്തിൽ നമ്മുടെ സ്ക്രീനിൽ എന്താണ് വിജയ് കണ്ടത് എന്നും ഒരു ഹീറോ പരിവേഷമാണ് വിജയ്ക്ക്. വിജയ് മാത്രം പറയല്ല, ഏത് ആക്ടർ ആയിക്കോട്ടെ, നമ്മൾ അവരെയൊക്കെ കാണുന്ന ഒരു ഹീറോ പരിവേഷം. അതിൽ നിന്നുണ്ടാകുന്ന ആരാധന, അവരുടെ റിയൽ ക്യാരക്ടർ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളെ കാട്ടി മോശമായിരിക്കും. ജീവിതത്തിൽ അവന് സത്യം പറഞ്ഞ എന്തായിരിക്കും, ഒരു ക്രൂരനായ ഒരു വില്ലനായിരിക്കും. അങ്ങനെ പല കേസുകളും നമുക്കറിയാം. അതുകൊണ്ട് ഈ അന്ധമായ ആരാധനയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഭ്രാന്താണ്, ഇതൊക്കെ ചികിത്സിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ യുവ തലമുറയെടുത്ത് പറഞ്ഞത് ഈ ഭ്രാന്ത് കണ്ടത് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. സ്നേഹിക്കുക, ആരാധിക്കുക. നമുക്ക് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വല്ല മോഹൻലാലിനെ ഇഷ്ടമുണ്ട്, ഷാറുഖ് ഖാനെ ഇഷ്ടമുണ്ട്, ഈ പറയുന്ന വിജയിനെ എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭ്രാന്തെടുത്ത് എന്താണ് പിന്നീട് അവനെ കാണാൻ വേണ്ടിയിട്ട് പിന്നീട് നടന്നു പോകാനോ അവനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ അവനെ വേണ്ടിയിട്ട് കോവല് കെട്ടാനോ അവനെ ദൈവമായിട്ട് കാണാനൊന്നും എനിക്ക് തലയ്ക്കൊരു പ്രശ്നമില്ല. ഞാൻ നോർമലാണ്. അതുപോലെ തന്നെ നിങ്ങളും നോർമലായി ചിന്തിക്കും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.